മീനൊന്നും കിട്ടാതെ വരുമ്പം എന്തെങ്കിലും ഒന്ന് കറി വെക്കണ്ടേ. അതിനായി ഞാനിന്നിവിടെ കുറച്ച് ഉണക്കമീനാണ് കറി വെക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ അങ്ങനെ മീൻ പ്രത്യേകിച്ച് കിട്ടാറൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഈ ഡാമിലെ മീനൊക്കെ കിട്ടും. അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ. ഇന്ന് ഞാൻ നല്ലൊരു ഉണക്കമീൻ്റെ കറിയാണ് വെക്കുന്നത്. ഞാൻ മീൻ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ സവാളയാണ് ചേർത്തത്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കും. പിന്നെ ചിലർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, തേങ്ങ അരച്ച് കറി വെക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാനിവിടെ തേങ്ങ അരച്ചൊക്കെയാണ് കറി വെക്കുന്നത്. അതുമല്ല, മാർക്കറ്റിൽ ചെന്നപ്പോൾ നല്ല പച്ചത്തക്കാളി കണ്ടു, അതും കുറേ ഉണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് നല്ലൊരു ഉണക്കമീൻ കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അധികം സമയം എടുക്കാതെ തന്നെ. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. വേറെ ഒന്നും വേണ്ട, ഉണക്കമീൻ കറി ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ. അതുപോലെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഇതിലേക്ക് പൊടികൾ ചേർക്കണം. അല്പം മല്ലിപ്പൊടി ചേർത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇതൊക്കെയല്ലേ ഉള്ളൂ. മീൻ കറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഗരം മസാലയൊന്നും ചേർക്കത്തില്ല. അതുകൊണ്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. പിന്നെ ചിലർ മീനിനകത്ത് ചെറിയ ജീരകം ചേർക്കാറുണ്ട്. അത് ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ ചേർക്കാറില്ല. അതിനി ഒന്ന് വേവിക്കണം. പച്ച തക്കാളിയല്ലേ, അതൊന്ന് വെന്ത് കിട്ടാൻ സമയമെടുക്കും. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. പിന്നെ ഉണക്കമീൻ കറി ആയതുകൊണ്ട് നമുക്ക് ഉപ്പ് ഞാൻ കുറച്ചേ ഇതിൽ ഇട്ടുള്ളൂ. ഉപ്പ് നല്ല ഉപ്പുള്ള ഉണക്കമീൻ ആയതുകൊണ്ട് അത് ആദ്യം വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ കറി വെക്കാൻ തുടങ്ങിയത്. ഇനിയും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിന്ന് ഞാൻ എടുത്തിരിക്കുന്നത് സ്രാവാണ്. ഇതിന് നല്ല വേവുണ്ട് തോന്നുന്നു. അതുകൂടി ചേർത്ത് ഇനി ഇത് നല്ലവണ്ണം വേവിക്കണം. പിന്നെ നമുക്ക് മീനിന് എന്താണെങ്കിലും ഇച്ചിരി പുളി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുമല്ലേ. തക്കാളിക്ക് പുളിയുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ പുളി ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അതുകൊണ്ട് അതും ഒരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൂട്ട് ഉണ്ടാക്കണം. തേങ്ങ എടുത്തു. ഇനി അതിലേക്ക് പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുത്തു, അതുകൊണ്ട് പച്ചമുളക് ചേർത്തില്ല. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി. ജീരകം ചേർക്കാറില്ല മീൻ കറിക്ക്. പിന്നെ ചേർക്കുന്നവരുണ്ടായിരിക്കാം, അറിയില്ല, അത് കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഞാൻ ചേർക്കാറില്ല, എനിക്കിഷ്ടമല്ല. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് ഇനി അധികം തിളപ്പിക്കണ്ട. തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് തന്നെ ജസ്റ്റ് അതൊന്ന് ചൂടായി കഴിയുമ്പം വാങ്ങി ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.